അങ്ങനെ പിണറായി വിജയനെ പച്ചയ്ക്ക് വിളിച്ച് രാഹുൽ മാങ്കൂട്ടം വേറൊന്നും കൊണ്ടല്ല, നിവൃത്തികേട് കൊണ്ടാണ്. വീട്ടിൽ കറങ്ങുന്ന ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് നിവൃത്തികേട് കൊണ്ടാണ് പിണറായി വിജയനെ പച്ചയ്ക്ക് വിളിച്ചേക്കുന്നത്. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ കട്ടല്ലേ, പവർ കട്ടല്ല കേക്ക് കട്ടാണ്. കേക്ക് കട്ട് സമയത്ത് കാറ്റ് ബെസ്റ്റാണ്. ഏത് ഡാഷ്മോനാണാവോ ഇവിടുത്തെ മുഖ്യമന്ത്രി പച്ചയ്ക്ക് വിളിച്ച്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഇതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതിനകത്തൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവർ ഇപ്പം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞ 10 കൊല്ലം പിണറായി സർക്കാർ എൻ്റെ ഭരണത്തിൽ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 കൊല്ലത്തിൽ പവർ കട്ടില്ല എന്ന് വാദിച്ച് അവിടെ ഇവിടെയും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമ്മൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് കണ്ടതാണ്. കഴിഞ്ഞ 10 കൊല്ലം കറണ്ട് ഇല്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഇനി എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഇനി ഭരണം കൈവിട്ട് പോയി എന്ന് മനസ്സിലായോണ്ടാണോ, ഇനി അതല്ല വേറെന്തെങ്കിലും കൊണ്ടാണോ എന്നറിയത്തില്ല, ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി ഓരോ സ്ഥലങ്ങളിലും 20-30 മിനിറ്റും വെച്ച് ഇങ്ങനെ ഇടവിട്ട്, ചില സ്ഥലത്താണെങ്കിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കറണ്ട് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, പിന്നെയും വരും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 20-25 മിനിറ്റ് ഒറ്റ ട്രിപ്പിൽ തന്നെ അങ്ങോട്ട് കട്ടായിക്കൊണ്ട് പോവാണ്. അപ്പം ഈ ചൂടിൽ, കൊടും ചൂടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക്. പിള്ളേരുള്ള കുഞ്ഞു മക്കളുള്ള ഒരുപാട് വീടുകളുണ്ട്. ഈ കൊടും ചൂടിൽ ഫാൻ വെച്ചിട്ടും AC വെച്ചിട്ട് പോലും സഹിക്കാൻ പറ്റാത്ത ഈ ഒരു ചൂടിൽ ഒരു കറണ്ട് ഒരു 20 മിനിറ്റ് പോട്ട് ഒരു 5 മിനിറ്റ് കറണ്ട് കട്ട് ചെയ്താൽ പോലും സഹിക്കാൻ പറ്റത്തില്ല. ഉരുകി ഒരു പരുവാവുന്ന ഈ സമയത്ത് ഈ ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനൊരു പോസ്റ്റ് പങ്കുവച്ചതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വിളിച്ചുകൂടെ, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു പോകും, ഏതവനാണ് ഈ കേരളം ഭരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ഇതിനെ അനുകൂലിച്ചിട്ടേക്കുന്ന ആളുകൾ വീട്ടിൽ ചിലപ്പോൾ ഇൻവെർട്ടർ കാണും, ചിലപ്പം സോളാർ കാണും, ചിലപ്പം വേറെ എന്തെങ്കിലും സിസ്റ്റങ്ങൾ കാണും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഞാനിവിടെ ആ വാർത്തകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്താം. അപ്പം എന്തായാലും ഞാൻ രാഹുൽ മാങ്കൂട്ടം പങ്കുവെച്ച് ഈ ഒരു പോസ്റ്റ് ഒന്നും കൂടെ ഞാൻ വായിക്കാം. സത്യം പറഞ്ഞ് ഇത് കണ്ടപ്പോഴത്തേക്ക് ഇത് ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, വീശി എൻ്റെ ഊപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കി. 20 മിനിറ്റൊക്കെ കറണ്ട് പോവുകയാണെങ്കിൽ ഈ കൊടും ചൂടത്ത്, അതും നമ്മൾ ദിവസം നമ്മൾ ഓരോ സ്ഥലത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നു, ചൂട് കാരണം സൂര്യാഘാതം ഏൽക്കുന്നു, പാമ്പ് കടി ഏൽക്കുന്നു എന്നൊക്കെ പറയുന്ന ഓരോ വാർത്തകൾ ഞെട്ടലോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് അരമണിക്കൂറും 20 മിനിറ്റൊക്കെ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജന്തുക്കൾ കയറി വീട്ടിൽ വന്ന് ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ആരിതിന് സമാധാനം പറയും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ സ്ഥലങ്ങളിലൊക്കെ കടപ്പുറത്ത് നിന്നാണ് ഇപ്പം കിടക്കുന്നത്. വീട്ടിൽ ഫാനും ഈ ടേബിൾ ഫാനും ഇട്ടിട്ട് പോലും സഹിക്കാൻ വയ്യാതെ കടപ്പുറത്ത് പോയി കിടക്കുവാണ്. അതുപോലെ ഈ കറണ്ട് കട്ടിങ് കാരണം പവർ കട്ട് സഹിക്കാൻ വയ്യാതെ യൂത്ത് കോൺഗ്രസിൻ്റെ തൊടുപുഴയുള്ള കുറച്ച് യുവാക്കൾ KCBയുടെ ഓഫീസിൽ പോയി നിരാഹാരം കിടന്നു. അതിനുശേഷം മറ്റു പല സ്ഥലങ്ങളിലും ഇത് ഇപ്പം നിരാഹാരം KCB ഓഫീസിൽ പോയി നിരാഹാരം കിടക്കുവാണ്, പ്രതിഷേധിക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, എന്തോ ഒരു ദുരന്തമാണല്ലേ ഈ കൊടും ചൂടത്ത്, ചുട്ടുപൊള്ളുന്ന ചൂടത്ത് കറണ്ട് കൂടെ ഇല്ലെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിക്കുക. എന്നാലും ആ ഒരു പോസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പവർ കട്ടല്ല കേക്ക് കട്ടാണ്. ഇത് റെയിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവർ കട്ടല്ല കേക്ക് കട്ടാണ്. കേക്ക് കട്ട സമയത്ത് കാറ്റ് ബെസ്റ്റാണ്. ഏത് ഡാഷ്മോനാണാവോ ഇവിടുത്തെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞില്ല. ഇത് ഗതികെട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ എഴുതി വിടേണ്ട അവസ്ഥ വന്നിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. അത്രയ്ക്ക് സഹിച്ച് അങ്ങേയറ്റം സഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പറയാം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് മിയ ജോലി ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്. മിവ ജോലി പുള്ളിക്കാരി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമദ്രോഹി എന്ന് തന്നെയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. നമ്മളെ പിണറായി വിജയനെ വിളിക്കുവാണ് പരമദ്രോഹി. തനിക്ക് എന്ത് യോഗ്യതയാണിവിടെ ഉള്ളത്? ഇപ്പോൾ സമയം 12:38, കറണ്ടില്ല. രാത്രി 12 മണിക്കുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. കൃത്യം 12 മണിക്ക് പോയതാണ്. കേരളം മുഴുവൻ ഇതാണ് അവസ്ഥ. അസഹനീയമായ ഈ ചൂട് കാലത്ത് സന്ധ്യാസമയത്ത് ഒരു അരമണിക്കൂർ പവർ കട്ടാണെന്ന് പറഞ്ഞ് അന്തസ്സായി കട്ട് ചെയ്യടോ. ഇതുവരെ ഇതിനെ പറ്റിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള
ഒരിടത്തും ഈ പവർ കട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തകളും അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുന്ന ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെയാണ് കറണ്ട് കട്ട് ചെയ്തേക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കണേ. അരമണിക്കൂർ പവർ കട്ടാണെന്ന് പറഞ്ഞ് അന്തസ്സായി കട്ട് ചെയ്യണോ? തനിക്ക് ഹൃദയമുണ്ടെന്ന് ജനം പറയും. ഇത് കുഞ്ഞു മക്കളെ അടക്കം ഇലക്ഷൻ കഴിഞ്ഞ് 1 മാസം കൊണ്ട് വെന്തു കൊല്ലാൻ തയ്യാറെടുത്ത ദ്രോഹി. ഈ മോൻ്റെ സംഘം പുതച്ച് മൂടി ചുരുണ്ട് കിടക്കുന്നവരുണ്ടാവും. ഇത് വെറും ദ്രോഹി, ജനം മുദ്രകുത്തി ദ്രോഹി. അപ്പം പുള്ളിക്കാരി ഒരു പോസ്റ്റൊക്കെ ഇവിടെ പങ്കുവച്ചിട്ടുണ്ട്. കൊടും ചൂട്, ജാഗ്രത വേണം, ഉന്നതല യോഗത്തിൽ മുഖ്യമന്ത്രി ജാഗ്രത വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ജാഗ്രത വേണമെന്ന് പറയാതെ ഈ ചൂട് സമയത്തെങ്കിലും ജനങ്ങൾക്ക് ഒരു കറണ്ട്, അതും വൈകിട്ട് കട്ട് ചെയ്യാൻ രാവിലെ എത്രയോ സമയങ്ങളുണ്ട്, രാവിലെ കട്ട് ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ഈ വൈകിട്ട് ചൂട് സഹിച്ച് ഉച്ചയുടെ മണ്ടേ നിൽക്കുന്ന സമയമാണ് ഈ വൈകിട്ട് 6, 7, 8, 9, 10, 11 മണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് സമയങ്ങളിൽ. ആ സമയങ്ങളിൽ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആളുകൾ കിടന്ന് ഉറങ്ങും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചൊക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുലിൻ്റെ ഈ ഒരു പ്രതിഷേധത്തിന് പ്രതികൂലിച്ച് അനുകൂലിച്ച് ഒരുപാട് ആളുകൾ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പുള്ളി ട്രോളിയാണ് ഇട്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ ട്രോളി ഇട്ടിട്ടുള്ളൊരു പോസ്റ്റാണ്. അത് ഞാനിവിടെ പങ്കുവയ്ക്കുക. മുഖ്യന് മനസ്സ് നിറഞ്ഞ നന്ദി. എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കുമപ്പുറം കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കരണ്ട് പോകാതെ ഫ്യൂസിൽ കുത്തിപ്പിടിച്ച് നിന്ന മുഖ്യനെ അഭിനന്ദിക്കാതിരിക്കാൻ മാത്രം നന്ദിയില്ലാത്തവനല്ല ഞാൻ. സത്യം പറഞ്ഞത് ട്രോളിയാണ് ഇട്ടേക്കുന്നത്, ആളുകൾ തെറ്റിദ്ധരിക്കില്ല. ഇൻവെർട്ടർ എന്താണെന്ന് പോലും അറിയാത്ത ഒരു തലമുറ, എന്തൊരു അത്ഭുതമാണ്. കഴിഞ്ഞ 10 കൊല്ലം കരണ്ട് പോകാത്ത കേരളം എന്നാണല്ലോ വിശേഷിപ്പിച്ചത്. അതിനൊപ്പം പരമ്പരാഗത മെഴുകുതിരി വ്യവസായത്തിന് മുഖ്യം നൽകുന്ന കരുതലിനും നന്ദി. മെഴുകുതിരി പ്രഭ തെളിഞ്ഞതോടെ വേനൽക്കാല ചൂടിനും തെല്ലാം ആശ്വാസം. നന്ദി മുഖ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചുകൊണ്ടുള്ളൊരു ഫോട്ടോയാണ് ഇവിടെ പങ്കുവെച്ച് ട്രോളിയേക്കുന്നത്. ഓക്കെ, ഇനി യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഇടുക്കി തൊടുപുഴയിലെ യുവാക്കൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. കറണ്ട് വ്യാപകമായി ഇങ്ങനെ ദിവസം അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ കറണ്ട് കട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ KCBയുടെ ഓഫീസിൽ പോയിട്ട് ഒരു പ്രതിഷേധം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വാർത്തയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ജനങ്ങൾ പിന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാതിരിക്കും? ഞാൻ ചുമ്മാതല്ല രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള ഡാഷ് മോനെ എന്ന് വിളിച്ചത്. സഹിക്കാൻ പറ്റാതെ ആയിരിക്കും. വീട്ടിൽ കറണ്ട് പോയി ചൂടത്ത് ഉച്ചവരെ ചൂട് അടിച്ചു കയറിയിട്ട് സമനില തെറ്റിട്ടായിരിക്കും പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. നിവർത്തിയേട് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന് കടന്നിറങ്ങാൻ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലും കാർന്നവന്മാരുള്ള വീട്ടിലും സാധാരണക്കാരുടെ വീട്ടിൽ ഇൻവേർട്ടർ ഇല്ല. അവര് ഉഷ്ണം കൂടിയിട്ട് ആൾക്കാരും വിളിച്ചാൽ എടുക്കാനുള്ള ഒരു മര്യാദ എങ്കിലും കാണിക്കണ്ടേ? നിങ്ങൾ ഫോൺ എടുത്ത് കാര്യം പറയുന്നില്ല, നിങ്ങൾ ഈ മൂട്ടിൽ തന്നെ ഫോൺ വരുമ്പോണ്ട്. കിടപ്പ് രോഗികളുള്ള സ്ഥലമാണ്. ഈ കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം കറണ്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. പറയാനുള്ള ഒരു മര്യാദ കൂടെ കാണിക്കണ്ടേ? ഇന്നലെ വിളിച്ചു കഴിഞ്ഞപ്പോ സബ്സ്റ്റേഷനിൽ ചുമ്മാ സബ്സ്റ്റേഷൻ ഇന്നലെ വിളിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റേഷൻകാർ ചുമ്മാ വെറുതെ കറണ്ട് കെട്ടി ചെയ്തേക്കുവാണ്. കൈതോട് ഐശ്വര്യ ട്രാൻസ്ഫോമറാണ് അവിടെ കറണ്ട് പോയതോ പറ്റുന്നില്ല. പിന്നെ ആകെ കിടന്നിറങ്ങാൻ പറ്റുന്ന ഇതുപോലെ ഫാൻ കിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഇനി ഈ നാട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുന്ന സ്ഥലം KSCB ഓഫീസാണ്. അപ്പൊ പിന്നെ ഇനി ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ, വേറെ സ്ഥലമില്ല പോയി കിടന്നിറങ്ങാനായിട്ട്. 5 മണിയാകുമ്പോഴേ ഒന്ന് ഉറങ്ങണേ. എങ്ങനെ ഉറങ്ങണത്? പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ 10 വർഷമായിട്ട് കറണ്ട് കെട്ടില്ലാന്ന് പോകും. അത് കഴിഞ്ഞ് ഇപ്പൊ എത്ര ദിവസമായി ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കണം? ഞങ്ങളാണോ പിന്നെ ചെയ്യണ്ടേ? അരമണിക്കൂർ മുമ്പ് വിളിച്ചോണ്ടിരിക്കണേ. ഇരുപതിലെ കാര്യം പഠിച്ചു ആരും സംസാരിക്കാൻ 10 വർഷമായിട്ട് കറണ്ട് കെട്ടില്ല എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്തിട്ടാണ് ഈ സർക്കാരുടെ അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഫ്യൂസ് പോകുന്നത്?
ഓക്കെ, കണ്ടല്ലോ. ഇത് കറണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് യുവാക്കൾ നടത്തിയ ഒരു പ്രതിഷേധമാണ്. KSEBയിൽ പോയിട്ട് ഒരു അവിടെ കിടന്നുറങ്ങുന്ന ഒരു പ്രതിഷേധമാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇവരെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കുന്നില്ല. എന്തുകൊണ്ട് കറണ്ട് പോയി അല്ലെങ്കിൽ എപ്പം വരും എന്ന് വിളിച്ച് ചോദിക്കാനെ കൊണ്ട് ഫോൺ വിളിച്ചാൽ പോലും ഫോണ് ഇവരെ പള്ളക്കയിലിരുന്നാൽ പോലും ഫോൺ എടുക്കത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ഗതികേടെന്ന്. അതും ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് ഈ ചൂടത്ത് അരമണിക്കൂറൊക്കെ ഈ കൊടും ചൂടത്ത് സഹിച്ചു പിടിച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിക്കും. മാനസികമായിട്ട് എന്തോ ഒരു ടോർച്ചറിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. കാരണം ചൂട് സഹിക്കാൻ വയ്യാതെ വീട്ടിലെ ഫാനും അതുപോലെ വീട്ടിലെ ടേബിൾ ഫാനും എന്തൊക്കെ ഇട്ടിട്ട് പോലും ചൂട് സഹിക്കാൻ വയ്യാതെ കടപ്പുറത്ത് പോയിട്ട് കാറ്റ് കൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ. അത്രയ്ക്കും ചൂടാണ് ഇവിടെ നമ്മളെ കേരളത്തിൽ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പാലക്കാടാണ് കൊടും ചൂട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി. കാരണം അത്രയ്ക്കും ജനങ്ങൾ ചൂട് കൊണ്ട് വലയുന്നൊരു സമയമാണ്. ആ ഒരു വലയുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു മര്യാദ കാണിക്കണ്ടേ? പിന്നെ കേരളം ഭരിക്കുന്ന മുഖ്യനാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കേ. കനത്ത ചൂടിൽ വീടുകളിലെ ഉറക്കം അസഹ്യമായതോടെ കൊല്ലം ബീച്ചിലേക്ക് രാത്രി ഉറങ്ങാനെത്തുന്നത് നൂറുകണക്കിന് പേരാണ്. 10 മണി കഴിഞ്ഞാൽ മെത്തയും പുതപ്പൊക്കെ ആയിട്ട് വരിയായിട്ട് ആളുകളും എത്തും. പിന്നെ കുശലം പറച്ചിലായി, കഥകൾ പറച്ചിലായി, മണൽപ്പരപ്പിൽ പിന്നങ്ങ് സുഖനിദ്ര. കാണാം വേനലിലെ ആ വേറിട്ട കാഴ്ച. കനത്ത ചൂട്, വീട്ടിലെ ഉറക്കം അതിലും അസഹ്യം. പുറത്താണെങ്കിലോ തണുത്ത കടൽക്കാറ്റ്. എന്നാൽ പിന്നെ ഉറക്കം ബീച്ചിലേക്ക് മാറ്റിയാലോ എന്നായി ചിന്ത. അങ്ങനെ ഒരു നാട് മുഴുവൻ കടലമ്മയുടെ മടിത്തട്ടിലേക്ക്. രാത്രി 10 മണി കഴിഞ്ഞാൽ മെത്തയും പുതപ്പുമായി എല്ലാവരും ബീച്ചിലെത്തും. പ്രായവ്യത്യാസമില്ലാതെ കൊല്ലം ബീച്ച് ഈ നാട്ടുകാർക്ക് ആശ്വാസം പകരുന്ന കാഴ്ച. 7 മണിയാകുമ്പോൾ തുടങ്ങുന്ന ചൂടിന് നമുക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഈ സന്ധ്യ ആകുമ്പോൾ ഇങ്ങനെയെങ്കിലും വന്നിട്ട് ഈ കടപ്പുറത്ത് കിടക്കും. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രാഹുൽ ഇട്ട പോസ്റ്റിനെ പ്രതികൂലിച്ചും അനുകൂലിച്ചൊക്കെ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പോസ്റ്റ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളി ഇട്ടേക്കുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ല. കാരണം ഏതൊരു രാഷ്ട്രീയ നേതാവായാലും എതിർ കക്ഷിയുടെ വ്യക്തികളെ ബഹുമാനപൂർവ്വമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും സംബോധന ചെയ്യുന്നത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് ഇതിൽ കൂടുതൽ പുള്ളി എന്ത് ശോഭിക്കാനാണ്? പുള്ളി രാഷ്ട്രീയത്തിൽ ശോഭിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളിയെ ഒതുക്കാനെ കൊണ്ട് പല ആളുകളും പല കളികളും കളിച്ചത്. അത് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. പുള്ളി ശോഭിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും പുള്ളിയുടെ നേരെ അല്ലെങ്കിൽ പുള്ളിയെ ഒതുക്കാനെ കൊണ്ട് ആരും മുമ്പോട്ട് വരത്തില്ല. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി അത്രയ്ക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ രാഷ്ട്രീയത്തിൽ ശോഭിച്ചുകൊണ്ട് മാത്രമാണല്ലോ പുള്ളിയോട് പല ആളുകൾക്കും വൈരാഗ്യം തന്നെ ഉണ്ടായത് അല്ലേ. അപ്പം പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയുന്ന പോലെ ഇവിടെ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി നമ്മളൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രി കാണിക്കുന്നത് പിന്നെ എന്താണ്? മുഖ്യമന്ത്രി കടക്ക് പുറത്ത് അല്ലെങ്കിൽ പടിക്ക് പുറത്ത് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം ബാക്കിയും കൂടെ ഞാൻ വായിക്കാം. എന്നാൽ രാഹുൽ എതിർ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ തീർത്തും മ്ലേച്ഛമായ രീതിയിൽ സംബോധന ചെയ്യുന്നു. അവസാനത്തെ ഉദാഹരണമാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിയായി ഡാഷ് മോൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പല വീട്ടിൽ പോയി ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പല വാക്കുകളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ശരിയാണോ? അതും വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ജനങ്ങളെ വരെ മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വിഷയമില്ല. ഡാഷ്മോൻ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഇത് അഹങ്കാരത്തിൻ്റെ ഭാവമാണ്. മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച് രാഹുൽ സംബോധന ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയാതിരിക്കൂടെ? ഈ കൊടും ചൂടിനകത്ത് സഹിച്ചു പിടിച്ചിരിക്കുന്നത് നിങ്ങളെയൊക്കെ വീട്ടിൽ വല്ല ഇൻവെർട്ടറും അതും ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, എത്രയോ ആളുകൾ, ഇതൊക്കെ പിന്നെ ആരാണ് നോക്കേണ്ടത്? പിന്നെ എന്തിനാണ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ മന്ത്രി കസേരകൾ കയറിയിരിക്കുന്നത്? അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയത്തിൽ ശോഭിക്കില്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സൗമ്യമായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ ആക്റ്റീവ് ആകേണ്ട ഇടത്ത് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ.
അത്തരത്തിൽ കോൺഗ്രസിന് പോലും കുറച്ച് പ്രവർത്തകരുണ്ട്, രാഹുലിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അവരും ഇത്തരക്കാർ തന്നെ. രാഷ്ട്രീയ ആശയങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലാണ്. എന്നാൽ അത് വ്യക്തിപരമല്ല. എന്നാൽ രാഹുലിൻ്റെ സ്വഭാവം തീർത്തും മ്ലേച്ഛമാണ്. ബലാത്സംഗ കേസ് തന്നെ 3 എണ്ണം. എന്നിട്ടും യാതൊരുവിധ തൊലിക്കട്ടിയും ഇല്ലാതെ സമൂഹത്തിൽ മാന്യത കളിച്ച് നടക്കുന്നു. തെറ്റ് ചെയ്തവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാൽ തിരിച്ചെടുക്കാതിരിക്കുന്നതാണ് ആ പാർട്ടിക്ക് നല്ലത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പലരെയും പുറത്താക്കിയിട്ടുണ്ട്. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ അവരെ തിരിച്ചെടുക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ മാത്രമാണോ തെറ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ഇപ്പോഴും തെറ്റ് ചെയ്തിട്ടുള്ള എത്ര ആളുകൾ മന്ത്രി കസേരകളിൽ ഇരിപ്പുണ്ട്? പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള രാഹുൽ മാങ്കൂട്ടമാണ് ഇവിടെ എന്തോ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചേക്കുന്നത്. അവരെ തിരിച്ചെടുക്കുന്നു. അപ്പോൾ എന്ത് തോന്നിവാസവും കാണിക്കാൻ ചെയ്യാമെന്ന് തോന്നുന്നു. ആർക്കും ഉണ്ടാകും. രാഹുലിനെ കൊണ്ട് കോൺഗ്രസിനെ വരെ പാരയാകും. ഇന്ന് മാസങ്ങൾക്ക് മുൻപേ ഞാൻ പറഞ്ഞതാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പാരയായി വീണ്ടും പറയുന്നു. കോൺഗ്രസ്സുകാരെ നിങ്ങൾ രാഹുലിനെ തിരിച്ചെടുക്കരുത്. എടുത്താൽ നിങ്ങൾക്കത് പാരയാവും. PJ കുര്യനെ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിച്ചതും എല്ലാവർക്കും അറിയാം. എത്രയോ മുതിർന്ന നേതാവാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ എന്ന ഭാവം, അഹങ്കാരം അത് മാറാതെ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അത് രാഷ്ട്രീയത്തിൽ എന്ന് മാത്രമല്ല ഏത് തരത്തിലായാലും രാഹുലിനെ കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ റിസൾട്ടിനു ശേഷം തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി പിന്നീടുണ്ടാകുമെന്നത് ഓർത്തു വെച്ചു. ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലാണ് വേണ്ടുന്നത്. എല്ലാ കാര്യങ്ങളിലും തുറന്ന് സംസാരിച്ച് ഇതുപോലെ നിലപാടെടുക്കാനുള്ള നട്ടൽ വേണം. അത് നട്ടൽ ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ ആ ഒരു നട്ടലുള്ളൂ. വേറെ ആളുകൾക്കൊന്നും ആ ഒരു നട്ടലില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും അങ്ങ് അത്ര പെർഫെക്റ്റ് ആണെന്നും പറയണ്ട. എല്ലാ തൊട്ടിത്തരങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളും ഇപ്പോഴും മന്ത്രി കസേരകളിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടും കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ.